ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് RUIZU മോഡൽ X02 എന്ന mp4 പ്ലെയർ ആണ്. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് അത്യാവശ്യം നല്ല സാധനമാണ്. അല്ലാത്ത mp3 പ്ലെയറിനെക്കാട്ടും നല്ലതാണ്. ഞാൻ കുറെ അല്ലാത്ത mp3 പ്ലെയർ ഒക്കെ ഉപയോഗിച്ച ആളായതുകൊണ്ട് എനിക്കറിയാം. അതുപോലത്തെ mp3 പ്ലെയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബാറ്ററി പെട്ടെന്ന് പോകും. കൂടിയ 1 മാസം 2 മാസങ്ങളാണ് നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അതിന്റെ ബാറ്ററി ഫുള്ളി പോകും. പിന്നെ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ ആ സാധനം മേടിച്ചതിനേക്കാളും കുറച്ചുകൂടെ പൈസ കൊടുക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ കുട്ടികൾക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനമാണിത്. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ പിന്നെ ഒരു വലിയ കഥയുണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തത് പിന്നെ ഔട്ട് ഓഫ് ഇന്ത്യയിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പൊ എനിക്ക് എങ്ങനെയാണെന്നും അറിയത്തില്ല ഇത് വരുന്നത്. ഞാൻ ഓർഡർ ഡെലിവറി ഏജന്റ് അല്ലാത്ത എല്ലാ ഓർഡറും നമുക്കൊണ്ട് ഡെലിവറി ചെയ്യുന്ന പോലെ ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഞാൻ 3 ആഴ്ചക്ക് മുമ്പാണ് ഇത് ഓർഡർ ചെയ്തത്. നവംബറിലാണ് ഓർഡർ ചെയ്തത്. അപ്പൊ നവംബറിൽ ഓർഡർ ചെയ്ത് അപ്പൊ അവർ പറഞ്ഞു ഡിസംബർ 11-ാം തീയതിക്ക് വരുമെന്ന്. ഞാൻ ഡിസംബർ വരെ നോക്കിയിരുന്നു, ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ പിന്നെ ആമസോണിൽ കയറി ട്രാക്കിംഗ് ഓർഡർ ഒക്കെ നോക്കിയപ്പോ അവര് പറഞ്ഞു ഇത് ഇച്ചിരി കൂടെ ലേറ്റ് ആകും, ഒരാഴ്ചയും കൂടെ എക്സ്ട്രാ എടുക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് എടുത്തോട്ട്, ഞാൻ വെളിയിൽ നിന്നല്ല വരുന്നത്, എടുത്തോട്ടെന്ന് നോക്കിയിരുന്നു. 17-18-ാം തീയതിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് വരെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ 17-18 ആയപ്പം വന്നില്ല. അപ്പൊ ഞാൻ എന്നാ കൊടുത്തു ഒരാഴ്ചയും കൂടെ കൊടുത്തേക്കാം, ഇച്ചിരി കൂടെ ലേറ്റ് ആവുന്നത്. അപ്പൊ ഞാൻ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് നോക്കിയപ്പം സാധനം എവിടോ വന്നിട്ടുണ്ട്, നിങ്ങൾ പോയി മേടിക്കണമെന്ന്. എവിടെ ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആമസോണുകാരെ മെസ്സേജ് ചെയ്തു. അപ്പൊ അവർ ആ സെല്ലറിന്റെ കോണ്ടാക്ട് നമ്പർ തന്നു. അങ്ങനെ സെല്ലറിനെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോ സെല്ലർ പറഞ്ഞു ഓമലൂർ പോസ്റ്റ് ഓഫീസിൽ വന്ന് കിടപ്പുണ്ട്, നിങ്ങൾ പോയി മേടിക്കണം. അപ്പൊ എനിക്ക് എങ്ങനെ ഒന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ആ കോൾ കട്ട് ചെയ്ത ഉടനെ ഓമലൂർ പോസ്റ്റ് ഓഫീസിൽ പോയി. ഉച്ച സമയമായിരുന്നു. അപ്പം പോസ്റ്റ് ഓഫീസിൽ നേരെ പോയി. അപ്പൊ അവര് പറഞ്ഞു അവിടെ അങ്ങനെ സാധനം ഇല്ല, വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ എവിടെ എന്റെ ഡെലിവറിയുടെ ഇത് കൊടുത്തേക്കുന്നത്? പോസ്റ്റ് ഓഫീസ് ഊന്നുകല്ലാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ ഊന്നുകല്ലിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഊന്നുകല്ലിൽ പോയി. എന്നാൽ ഉച്ചയായിരുന്നു, പോസ്റ്റ് ഓഫീസ് അടയ്ക്കാറുള്ള സമയമായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ഊന്നുകല്ലിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പോസ്റ്റ് ഓഫീസ് അടച്ചിരുന്നു. അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് തുറക്കാറായ സമയത്ത് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി. അപ്പൊ അവര് പറഞ്ഞു ആ ക്രിസ്റ്റോ ടിജുവിന്റെ സാധനം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അത് റിട്ടേൺ അടിച്ചു പോയി. 7 ദിവസം കഴിഞ്ഞായിരുന്നു. അല്ലാതെ അഡ്രസ് ഇല്ലായിരുന്നു. അപ്പൊ ഏതാണ്ടോ മിസ്റ്റേക്ക് വന്നതാണ്. ആമസോണിൽ അഡ്രസ്സ് കൊടുത്തപ്പം ഇപ്പൊ ഫോൺ നമ്പർ അതുപോലത്തെ ഒരു അഡ്രസ്സും ഇല്ലായിരുന്നു. അപ്പൊ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ നിരാശയോടെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഭാഗ്യം കയറി വന്നത്. ഞാൻ ഓമലൂർ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചുകൊണ്ട് അവിടുന്ന് അത് റിട്ടേൺ അടിച്ച് പിന്നെ ഊന്നലിലോട്ട് വന്നു. അപ്പൊ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഊന്നലിൽ നിന്ന് റിട്ടേൺ അടിച്ചു കൊടുക്കുന്ന സാധനം അത് ഓമലൂർ പോസ്റ്റ് ഓഫീസിൽ പോകും. എന്നിട്ട് അവിടെ നിന്നാണ് വലിയ പോകുന്ന തിരിച്ച്. അപ്പൊ ഓമലൂരിൽ ഞാൻ പോയി ചോദിച്ചുകൊണ്ട് അത് ഊന്നലിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഭാഗ്യമായിരുന്നു. അപ്പോൾ അത് തിരിച്ചു വന്നു. അപ്പൊ കൊണ്ടുവന്ന പോസ്റ്റ്മാനാണ് ഇത് പറഞ്ഞത്. അപ്പൊ എനിക്കിപ്പോ സാധനം കിട്ടിയതേ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നമുക്ക് സമയമൊന്നും കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. So guys, ഇതാണ് ഞാൻ പറഞ്ഞ mp3 പ്ലെയർ. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. സാധനം എല്ലാം നല്ല പാക്കിംഗ് ആണ് ഇതിനുള്ളത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഒരു ചാർജർ കിട്ടും. ഒരു നല്ല ഇയർഫോൺ ആണ് ഇത്. അല്ലാത്ത എല്ലാ mp3 പ്ലെയറിനും കൊള്ളാത്ത ഇയർഫോൺ ആണ്. അത്രയ്ക്ക് നല്ല ഇയർഫോൺ അല്ല കിട്ടുന്നത്. പക്ഷെ ഇത് നല്ലൊരു ഇയർഫോൺ ആണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടെ ഹൈറ്റ് കാണുന്നു ഇത്. പക്ഷെ ഇത് ഭയങ്കര ചെറുതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പോയത്. നല്ലതാണ്.
ഇതിന്റെ നമുക്കൊരു പേപ്പറും കിട്ടും. അതിന്റെ യൂസർ മാനുവൽ ആണിത്. ഇതൊക്കെ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മാനുവൽ ബുക്ക് വായിക്കാം. അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ മാനുവൽ ഫുള്ള് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ MP3 പ്ലെയറിനകത്ത് വർക്ക് ആകുന്നത് മ്യൂസിക് ആണ്. MP3യും WAVയും APEയും WNഉം A ഫോമാറ്റും ഇതെല്ലാം മ്യൂസിക്കിനകത്ത് വർക്ക് ആകും. വീഡിയോ ഫോമാറ്റ് AMV മാത്രമേ വർക്ക് ആകത്തുള്ളൂ വീഡിയോയ്ക്കകത്ത്. നമുക്കടുത്ത ഹെഡ്സെറ്റ് നോക്കാം. നല്ല ഇയർഫോൺ ആണിത്. ഇയറിന് നല്ല കംഫോർട്ട് കൊടുക്കുന്നതാണിത്. ബാക്കിയുള്ള ഞാൻ അല്ലാത്ത MP3 പ്ലെയർ മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ബാക്കിയുള്ള MP3 പ്ലെയറിന് ഇത്രയും നല്ലൊരു ഹെഡ്സെറ്റ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്. അടുത്ത ചാർജർ. നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ നമ്മൾ ഫോൺ കുത്തുന്ന ആ സെയിം ഐറ്റം തന്നെയാണ് ഇതിനും കൊടുത്തേക്കുന്നത്. 4th ജനറേഷൻ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ള MP3 പ്ലെയറിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇയർഫോൺ ഇതെല്ലാം ഭയങ്കര ഡിഫറൻസ് ആണ്. അടുത്ത് നമുക്ക് MP3 പ്ലെയർ ഓപ്പൺ ചെയ്യാം. അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ കാർഡ് കയറ്റി ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ഇപ്പം നിങ്ങൾ ഇവിടെ കാർഡ് കയറ്റി ഇടണം. ഇവിടെ ഇയർഫോൺ കുത്തുന്നതാണ്. ഇത് ഓണും ഓഫും ബട്ടൺ. ഇവിടെ ചാർജ് കുത്തി വെക്കുന്നത്. അപ്പം നമുക്കിത് ഓൺ ആക്കാം. അപ്പം നമ്മൾ ഈ തുറക്കുമ്പോൾ നമുക്കിതിനകത്ത് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ വരും. ഞാൻ ഇപ്പം ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പം വരുന്നതാണ് മ്യൂസിക്, വീഡിയോസ്, പിക്ചേഴ്സ്, റെക്കോർഡ്സ്, ഇ-ബുക്സ്, ഫോൾഡേഴ്സ്, ടൂൾസ്, സെറ്റിങ്സ്. ഇതിൻ്റെ ഫങ്ഷൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടണെ ഞെക്കുമ്പോൾ ഇത് റൈറ്റിലോട്ട് പോകും. ഇത് റിവേഴ്സ് ബട്ടൺ ആണ്. അത് ഞെക്കുമ്പോൾ തിരിച്ചു പോകും. അപ്പം നിങ്ങൾ ഏതെങ്കിലും എടുത്താൽ നിങ്ങൾക്ക് ബാക്ക് അടിക്കണമെങ്കിൽ ഈ ബാക്കിലത്തെ വോളിയം ബട്ടനെ ഞെക്കിയാൽ മതി. ആദ്യം നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്തേക്കുന്നു. ഈ MP3 പ്ലെയർ നമുക്ക് കിട്ടും. പിന്നെ അതിനകത്ത് അവർ 2 മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്പീക്കർ ഇല്ല. ഇത് സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഇതിനകത്തുള്ള മ്യൂസിക് ഞാൻ ഓൺ ചെയ്തേക്കുകയാണ്. വോളിയം ബട്ടനെ ഫുള്ളി അമർത്തി പിടിച്ചിട്ട് ഇത് കൂട്ടുക. ഈ ബട്ടനൊക്കെ നിങ്ങൾക്ക് സൗണ്ട് ഫുള്ളി കൂട്ടാം. ഇത് 30 മാക്സിമം. അഥവാ നിങ്ങൾക്ക് ഇനി കുറയ്ക്കണമെങ്കിൽ മൈനസ് ചെയ്യുക. ഇപ്പൊ ഞാൻ 15 ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുമ്പം ഇത് 15 വരുന്നത്. അടുത്ത നോക്കാം. അത് പലതുണ്ട്. അത് നൗ പ്ലേയിങ് നമുക്ക് എടുക്കാൻ പറ്റും. ആർട്ടിസ്റ്റ്, ആൽബം, പ്ലേലിസ്റ്റ്, അപ്ഡേറ്റ് ദ കാർഡ്, ലോക്കൽ ഫോൾഡർ, കാർഡ് ഫോൾഡർ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. അടുത്ത നമ്മൾ വീഡിയോയിലേക്ക് പോകുകയാണ്. ഇതിനകത്തുള്ള ഒരു വീഡിയോ അവർ നേരത്തെ തരുന്നുണ്ട്.
നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് എന്നെ വീഡിയോയ്ക്ക്. നല്ല അത്രക്കില്ലെങ്കിലും നമുക്ക് കാണാനുള്ളതിൻ്റെ അത്ര ഉണ്ട്. ഇതാണ് ഒരു വീഡിയോ. വീഡിയോ അതിൻ്റെ അടുത്ത റേഡിയോ ആണ് വരുന്നത്. നമ്മൾ റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു റേഡിയോ സ്റ്റേഷനും ഇല്ല. ഇവിടെ സിഗ്നൽ ഒന്നും കിട്ടാറില്ല. ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ ബാക്ക് അടിച്ചു. എംറ്റി ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മാനുവൽ ട്യൂൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് വരെ ചെയ്ത് വെക്കാവുന്നതാണിത്. ഇത് കഴിഞ്ഞടുത്ത പിക്ചേഴ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് 2 പിക്ചേഴ്സ് നേരത്തെ തന്നെ അവർ ഇൻബിൽഡ് ആയിട്ട് തരുന്നതാണ്. ഇതിനകത്ത് ഒരു വീഡിയോ 2 പിക്ചേഴ്സ് 2 സോങ്ങും അവർ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് തരും. കിട്ടുമ്പോഴേ ഉണ്ട്. കുഴപ്പമില്ല, ഇത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും പിക്ചേഴ്സ്. രണ്ട് പിക്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അടുത്ത റെക്കോർഡിങ്സ് ആണ്. സ്റ്റാർട്ട് വോയിസ് റെക്കോർഡിംഗ്. ഇപ്പൊ ഞാൻ പറയുന്നല്ല ഇതിനകത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എങ്ങനെ നിർത്തണമെന്ന് ഡൗട്ട് ആയിരുന്നു. എല്ലാവർക്കും ഡൗട്ട് ആകും. അപ്പൊ യൂസ് ചെയ്യുമ്പോൾ എനിക്കും അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നാണ് ഞാൻ പഠിച്ചത്. ഈ വോളിയം ബാക്ക് ബട്ടൺ വലിയ വോളിയം ബട്ടൺ ഞെക്കുമ്പം സേവ് റെക്കോർഡിങ്സ് നമ്മൾ യെസ് ഞെക്കുക. അപ്പൊ ഇതിനകത്ത് സേവ് ആയിരിക്കുന്നുണ്ട്. അടുത്ത റെക്കോർഡ് ലൈബ്രറി. അതിനകത്ത് കാർഡ് ഫോൾഡറും ലോക്കൽ ഫോൾഡറും ഉണ്ട്. അപ്പൊ ഞാൻ കാർഡ് ഫോൾഡറിലോട്ടാണ് അത് ഇതാക്കിയേക്കുന്നത്. ഇതിവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഡൗട്ട് ആകും. യൂസ് ചെയ്യുമ്പോൾ എനിക്കും അത് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നാണ് ഞാൻ പഠിച്ചത് ഈ വോളിയം ബാക്ക് ബട്ടൺ. ഞാൻ പറയുന്നല്ല ഇതിനകത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് റെക്കോർഡിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഇതിനകത്ത് നന്നായിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. ആ സ്റ്റോറേജ് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതിനകത്തില്ലേ ഈ mp4 മെമ്മറി കാർഡിലോട്ട് കയറ്റണോ അതോ നമ്മുടെ മെമ്മറി കാർഡിലോട്ട് കയറ്റണം, നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ മെമ്മറി കാർഡാണ് സെലക്ട് ചെയ്തേക്കുന്നത്. റെക്കോർഡ് ഫോർമാറ്റ്, റെക്കോർഡ് സെറ്റിംഗ്സ് അതൊക്കെയാണുള്ളത്. അടുത്ത ഇ ബുക്സ് ആണുള്ളത്. അത് കഴിയുമ്പോൾ വരുന്നതാണ് ഈ ഫോൾഡർ. ഇപ്പൊ ഫോൾഡറിൽ പോകണേ നമുക്ക് ഏത് വേണം സെലക്ട് ചെയ്യാം. ഫോൾഡേഴ്സിൽ നമുക്ക് mp3 പ്ലെയറിന്റെ മറ്റേ കാർഡിന്റെ സ്റ്റോറേജ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്തിലാണ് എടുത്തേക്കുന്നത്. പിന്നെ അത് ഇ ബുക്സ്, മ്യൂസിക്, പിക്ചേഴ്സ്, വീഡിയോ സിസ്റ്റം, വോളിയമിന് അപ്പൊ ഇതെല്ലാം ഉണ്ട്. ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കാർഡും ഇതിനകത്തുള്ള സ്പേസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് കഴിയുമ്പോൾ വരുന്നതാണ് ടൂൾസ്. അതിനകത്ത് കാലണ്ടർ ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, അലാറം ഉണ്ട്. അപ്പൊ കാലണ്ടർ നോക്കിക്കോ, നിങ്ങൾ കാണാവുന്ന പോലെ ഇതിനകത്ത് ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് വാച്ച് ആണ്. ഞാൻ ഇത് ഓൺ ആക്കി വെക്കുകയാണ്. സ്റ്റോപ്പ് വാച്ച്. അടുത്ത അലാറമാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ ഓൺ ആക്കിയിട്ടേക്കുകയാണ്. നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അവേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 6 മണിക്കാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം അടുത്ത ഇത് ഇതിനകത്തുള്ള ഫ്രണ്ടും ബാക്കിലും ഞെക്കുവാണെങ്കിൽ അലാറത്തിൻ്റെ 8, 9 അതുപോലത്തെ ടൈമാണ് മാറുന്നത്. നിങ്ങൾക്ക് അടുത്ത മന്തിലോട്ട് പോകണം. അതെങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുത്തെ ബട്ടനെ പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മാറിക്കൊള്ളും. പിന്നെ 6 മണിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞാൽ അലാറം സൈക്കിളാണ് വരുന്നത്. ആ ഡെയിലി വേണോ, ഒരിക്കൽ വേണോ, അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. അത് കഴിയുമ്പം അലാറം മ്യൂസിക്കാണ്. നമുക്കാണെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡിലുള്ള നമുക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും വെക്കാം.
അത് കഴിയുമ്പോൾ അലാറം വോളിയം ആണ് വരുന്നത്. നമുക്ക് ഞാൻ ഫുള്ളയിലാണ് ഇട്ടേക്കുന്നത്. അത് കഴിയുമ്പോൾ ടൂൾസ് ആണുള്ളത്. ടൂൾസിനകത്ത് കയറുമ്പോഴേ പ്ലേ മോഡ് എന്ന് പറഞ്ഞു വരും. അപ്പം പ്ലേ മ്യൂസിക് ഫ്രം അതിനകത്ത് എല്ലാ സോങ്സും വേണോ, ആർട്ടിസ്റ്റ് വേണോ, ആൽബം വേണ്ടോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിയുമ്പോൾ അടുത്ത റിപ്പീറ്റ് ആണ് വരുന്നത്. നമുക്ക് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണോ, അതോ റിപ്പീറ്റ് വേണോ, അതോ വേണ്ടായോ, എല്ലാ സോങ്സും റിപ്പീറ്റ് ചെയ്യണോ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്ത ഷഫൽ ഞാൻ ഓഫ് ആക്കി ഇട്ടേക്കുകയാണ്. അടുത്ത സൗണ്ട് സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് പോയാൽ നമുക്ക് ഏത് മോഡിൽ വേണമെങ്കിലും മ്യൂസിക് കേൾക്കാൻ പറ്റും. നമുക്ക് പോപ്പ് മ്യൂസിക് ആയിട്ട് കേൾക്കാൻ പറ്റും, റോക്കായിട്ട് കേൾക്കാൻ പറ്റും, ക്ലാസിക് കേൾക്കാൻ പറ്റും, ഇലക്ട്രോണിക് കേൾക്കാൻ പറ്റും, കസ്റ്റംസ് കേൾക്കാൻ പറ്റും, നമുക്ക് എല്ലാം കേൾക്കാൻ പറ്റുന്നതാണ്. അടുത്ത കീ ട്യൂണ് ഞാൻ ഓഫ് ആക്കിയിട്ടേക്കാണ്. അത് നമ്മുടെ ചാർജ് കളയുന്നതേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഇല്ല. അടുത്ത ഓഫ് ചെയ്യുന്നതാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് വെക്കാം, 3 മിനിറ്റ് വെക്കാം, അത് നമ്മുടെ ഇഷ്ടം. സ്ലീപ്പ് ടൈമർ അത് നമുക്ക് വെക്കാം, നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് വെക്കാവുന്നതാണ്. അടുത്ത ഡിസ്പ്ലേ സെറ്റിങ്സ് ആണുള്ളത്. ബ്രൈറ്റ്നസ് ആയിരിക്കും, നമുക്ക് എത്ര ബ്രൈറ്റ്നസ് വേണം ഞാൻ കൂട്ടുകയാണിപ്പം. കൂട്ടിപ്പോൾ ഇതാണ് മാക്സ്. ഇപ്പം ഞാൻ കുറയ്ക്കുകയാണ്. ഇപ്പം ഭയങ്കര ഡാർക്ക് പോയല്ലായി. ഞാൻ ഒരു മീഡിയമാണ് വെച്ചേക്കുന്നത്. ഇത് ബാക്ക് ലൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് എത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഓഫായി പോകുന്നത്. അപ്പം ഞാൻ 30 ഇപ്പോൾ വെച്ചേക്കുന്നത്. അടുത്ത സ്ക്രീൻ സേവർ എന്ന് വെച്ചാൽ ഇത് ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഓഫായി പോകുമ്പോൾ നമുക്ക് ടൈം വേണ്ടായോ, ടൈം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ ക്ലോക്ക് വേണോ, അതല്ലാത്ത നമ്മുടെ നോർമൽ ക്ലോക്ക് പോലെ നമുക്ക് വെക്കാവുന്നതാണ്. എനിക്ക് ഡിജിറ്റലാണ് കുറച്ചുകൂടി ഇഷ്ടം. ഡിജിറ്റൽ ക്ലോക്ക് ഇതാണ്. നമുക്ക് ടൈമും ഡേറ്റും എല്ലാം കാണാൻ സാധിക്കും. കൂട്ടുള്ളത്. പക്ഷെ എനിക്ക് ഡിജിറ്റലാണ് ഇഷ്ടപ്പെട്ടത്. ഇതിനകത്ത് നമുക്ക് ഡേറ്റ് അതുപോലത്തെ അത്യാവശ്യത്തിന് നമുക്കൊന്നും കാണാൻ പറ്റും, നമുക്ക് ആ ടൈമേ കാണാൻ പറ്റത്തുള്ളൂ. അടുത്ത ഡേറ്റ് ആൻഡ് ടൈമാണ്. അത് ടൈം സെറ്റിങ്സ് ഉണ്ട്. നമുക്കിത് കിട്ടുമ്പോൾ ഇത് വേറെ ടൈം തെറ്റിച്ചായിരിക്കും വരുന്നത്. നമ്മൾ ടൈം നേരെ സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഇവിടെ 12 hours ആണ് കൊടുത്തേക്കുന്നത്. ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. അത് മറ്റേ ഞാൻ പറഞ്ഞ അലാറം സെറ്റ് ചെയ്യുന്ന സെയിം ഇതേ തന്നെയാണ് പോകുന്നത്. അടുത്ത ഡേറ്റ് സെറ്റിങ്സ് ഇപ്പം നമുക്ക് അത് സെയിം നമുക്ക് എങ്ങനെ ഏത് ഫോർമാറ്റിൽ ഇത് വേണ്ട, ഡേ മന്ത് ഇയർ വേണോ, അതോ മന്തോ ഡേയോ ഇയറോ വേണോ, അല്ലെങ്കിൽ ഇയറോ മന്തോ ഡേയോ വേണോ, നമുക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. സെറ്റ് ഡേറ്റ് ഞാൻ ഇപ്പം 29 സെറ്റ് ചെയ്തേക്കുന്നത്. കറക്റ്റ് ഡേറ്റ് ആണത്. ഇപ്പം ഡേറ്റ് ആൻഡ് ലാംഗ്വേജ് ആണ് വരുന്നത്. ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് പല ലാംഗ്വേജ് ഉണ്ട്. മലയാളം പക്ഷേ ഇല്ല ഇതിനകത്ത്. ഇൻഫർമേഷൻ ആണ് കാണുന്നത്. പേർ ഇൻഫർമേഷൻ, സ്പേസ് എത്ര ഉണ്ട് ഇതിനകത്ത് ഇച്ചിരി സ്പേസ് ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും മെമ്മറി കാർഡ് ഇടുന്നതാണ് നല്ലത്. ഇന്റേണൽ മെമ്മറിയോ അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഫാക്ടറി സെറ്റിംഗ് നിങ്ങൾ ഒരിക്കലും ഫാക്ടറി റീസ്റ്റോറേജ് ഞെക്കല്ല. അതേ ഞെക്കി ഇതിനകത്തുള്ള എല്ലാ മെമ്മറിയും നിങ്ങളുടെ പോകുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പുതിയ വീഡിയോ വേണ്ടി നിങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലത്തെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ വീഡിയോ ഉണ്ടാകുന്ന എല്ലാവർക്കും താങ്ക്സ്.